വാഴയൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി. കക്കോവ്, അത്താണിക്കൽ ഭാഗങ്ങളിൽ പന്നിയുടെ ആക്രമണത്തിൽ നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് വാഴകൃഷിയാണ് നശിച്ചത്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിലെ കക്കോവ്, അത്താണിക്കൽ ഭാഗങ്ങളിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായത്. ഏക്കർ കണക്കിന് വാഴകൃഷിയാണ് പന്നിയുടെ ആക്രമണത്തിൽ നശിച്ചത്. ആക്രമണത്തെ നേരിടാൻ കർഷകർ കൃഷിയിടങ്ങൾക്ക് ചുറ്റും മുള്ളുവേലി സ്ഥാപിച്ചും കമ്പിവേലി സ്ഥാപിച്ചും പ്രതിരോധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇനത്തിൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം മാത്രമാണ് ഉണ്ടായത്. നിരവധി തവണ വാർഡ് മെമ്പർ, കൃഷിവകുപ്പ്, പഞ്ചായത്ത് അധികൃതർ എന്നിവരോട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർഷകർ പറയുന്നു. ഇവിടെ ഇപ്പോൾ കുറേ ആയിട്ട് പന്നീൻ്റെ ശല്യമാണ്. പിന്നെ ഇതിൻ്റെ താഴത്തെ വാഴ ഒരു 30 വാഴയൊന്നുമല്ല കുത്തിപ്പോയത്. ഞാൻ ചുറ്റുഭാഗത്തും കമ്പി കൊണ്ടും പിന്നെ വാഴക്കാരൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ടും വാഴ കുത്തുന്നുണ്ട്. അതിനെപ്പറ്റി യാതൊരു പരിഹാരം ഉണ്ടായില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, മുസാഫരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നിവാരണം ഉണ്ടായില്ല. സ്ഥിരമായിട്ട് അറിയാൻ അന്ന് അറിയാൻ പറ്റില്ല. 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. സ്ഥിരമായിട്ട് വരില്ല, അതാണ് പ്രശ്നം. നമ്മൾ അവിടെ ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കൃഷിഭവനിലെ വാഴ താഴെ വാഴ ഇൻഷൂർ ചെയ്ത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പൊതിച്ചിട്ടെ. പിന്നെ സോളാർ വെയിലിൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജില്ലയിലെ ചീക്കോട്, വാഴക്കാട് പഞ്ചായത്തുകളിലും പന്നിശല്യം അതിരൂക്ഷമാണ്. ചീക്കോട് പഞ്ചായത്തിലെ ചെപ്രമ്മൽ, പുളിക്കലക്കണ്ടി, ചെറിയ പറമ്പ്, കുളമ്പലം, വാഴക്കാട് പഞ്ചായത്തിലെ എടവണ്ണപ്പാറ എന്നീ ഭാഗങ്ങളിലൊക്കെ പന്നിശല്യം മൂലം കർഷകർ പൊറുതിമുട്ടുകയാണ്. ശല്യം കാരണം കർഷകർക്ക് ഒരു തരത്തിലുള്ള കൃഷി ചെയ്യാനും പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും പന്നിശല്യത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയും കർഷകരും വലിയ പ്രതിസന്ധി നേരിടാൻ പോവുകയാണെന്നും വിവിധ കർഷക കൂട്ടായ്മകളും കർഷകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.